ഇന്ന് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്. എന്ത് കാര്യത്തിലുണ്ടെങ്കിൽ പ്രശ്നം കണ്ടുപിടിക്കാൻ നടക്കുന്നതാണ് കുറേ ആൾക്കാർ. എന്ത് കാര്യം ആയിക്കോട്ടെ അതിങ്ങനെ പന്നലായി പോകും, വർക്കാവത്തില്ല എന്നുള്ള രീതിയിൽ പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം അങ്ങനത്തെ ഉള്ളൊരു നെഗറ്റീവ് സംസാരിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് അനുമോളുടെ കല്യാണം കഴിഞ്ഞാൽ അതിന് ശേഷം ഉണ്ടെങ്കിൽ അനുമോളുടെ കല്യാണം കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാരുണ്ടെങ്കിൽ ആശംസിക്കും നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് നിങ്ങളുടെ ജീവിതം തൊലയും, ഇനി എത്ര നാളാണ്, അവൻ തമിഴിനല്ലയോ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായുള്ള കമൻസും കാര്യങ്ങളാണ്. പിന്നെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഏതോ ആൾക്കാരുണ്ടെങ്കിൽ വേറെ ആളെയൊക്കെ ഫോട്ടോ ചേർത്തിട്ടുണ്ടെങ്കിൽ അനുമോളെ ഉണ്ടെങ്കിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ഉണ്ടെങ്കിൽ അനുമോൾ പ്രതികരിച്ചപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്കുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് തനിക്കെതിരെ പറയുന്നുണ്ട്. സാധാ രീതി കല്യാണം കഴിഞ്ഞ് ഞങ്ങളൊരു പുതിയ ജീവിതത്തിലോട്ട് പോകുമ്പോൾ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ പേടിയും ഉണ്ടാകും. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒന്ന് സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഉണ്ടെങ്കിൽ ഇനി എത്ര നാളാന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേരുണ്ടെങ്കിൽ വരുന്നുണ്ട്. അവരുടെ മൈൻഡ് സെറ്റ് എന്തോന്ന് തന്നെ മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും വെറുതെ വിടത്തില്ലെന്നും അനുമോൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞാൽ അത് ബാക്കിയുള്ള സന്തോഷമായിട്ടിരിക്കുന്നവരുടെ ജീവിതത്തിലും ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിനൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നത്. നേരത്തെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോഴും ആയാലും പോലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് നമ്മൾ പറയുന്നതിൽ ന്യായമുണ്ട്. അതല്ലാതെ ഒരാൾ സന്തോഷമായിട്ട് ഇരിക്കുന്നതും അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ വന്നാൽ അത് നീ നശിച്ചോ, നീ വർക്കാവത്തില്ല, അങ്ങനെ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇടുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള ഒരുപാട് പേരെ നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. സോ ഇങ്ങനത്തുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ തൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നു. പക്ഷേ തനിക്കൊരു പ്രശ്നമില്ലെന്നുള്ള രീതിയിലായിരുന്നു അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.